ത്രിയേക ദൈവത്തിന് സ്തുതി. തിരുവചനാഗ്നിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസികളെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുക എന്നുള്ള വിഷയമാണ്. അതിനാധാരമായൊരു ദൈവവചന വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ തിരുവചനാഗ്നിയിൽ ദൈവവചനം സംസാരിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തെയും ദൈവവചന ഭാഗത്തെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് മനസ്സിലാകത്തക്കവണ്ണം സംസാരിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും അടിയും നൽകണമേ കർത്താവേ. ഇത് കേൾക്കുന്നവർക്ക് പാപബോധമുണ്ടാകുന്നതിനും പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച് ദൈവാത്മശക്തിയിൽ നിറയുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ കാലയളവുകളിൽ സഭയിലുള്ളവരും സഭയ്ക്ക് പുറത്തുള്ളവരും പാപബോധ്യമില്ലാതെ, പാപക്ഷമയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ, സഭയിലുള്ളവരാണ്, സഭയിൽ പുറത്തുള്ളവരാണ്, യാതൊരു വ്യത്യാസവും കൂടാതെ പാപബോധ്യമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് പാപം എന്താണെന്ന് തിരിച്ചറിയുന്നതിനും അതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ വചനഭാഗത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. പുതിയ നിയമത്തിൽ ഈ പാപത്തെക്കുറിച്ച് വിവിധ പേരുകൾ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. ടു മിസ് ദ മാർക്ക്, ഹമാറ്റിയ എന്നുള്ള വാക്കാണ് ലക്ഷ്യം തെറ്റുക. ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ അത് പാപമാകുന്നു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. ദൈവം നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഓട്ടത്തിന് വിരുദ്ധമായി അവൻ്റെ ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും ഈ ഓട്ടത്തെ നിഹനിക്കുവാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഹമാറ്റിയ, ടു മിസ് ദ മാർക്ക് എന്നാണെങ്കിൽ രണ്ടാമത്തേത് ഹെറ്റീമ എന്നുള്ള പദമാണ്. അതായത് പറയുന്നത് അന്യായം ചെയ്യുക എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്താണ്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്താണ്? അല്ലാതെ നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് വരുന്നതായിരിക്കുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കുവാനും അതിനെ അതിജീവിച്ച് പാപം ചെയ്യാതെ മുന്നോട്ട് പോകുവാനും സാധിക്കാത്ത ഒരു അവസ്ഥയാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം പറയുന്നത്, മൂന്നാമത് പറയുന്നത് ലോലെസ്നെസ്, അതായത് നിയമലംഘനമാണ് പാപം എന്നുള്ള കാര്യമാണ്. 1 യോഹന്നാനിലെ ലേഖനം 3-ാം അധ്യായം 4-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നു എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അപ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ അതൊരു പാപമാണെന്ന് കാണുവാൻ സാധിക്കും. ഈ കാലയളവുകളിൽ ലോകത്തിൽ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം തണുത്തു പോയിക്കൊണ്ട് വിശ്വാസം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന കാലയളവുകളിൽ അധർമ്മം പാപമാണെന്ന് ഇന്ന് അനേകർക്ക് അറിയില്ല എന്ന് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് കാണുവാൻ സാധിക്കുക പാർട്ടോമ എന്നുള്ള വാക്കുമാണ്. അതായത് അൺറൈച്യസ്നസ് ഈ സിൻ, എല്ലാ അനീതിയും എല്ലാ നീതിയില്ലായ്മയും പാപമാകുന്നു കാണുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ അതിക്രമങ്ങളിൽ ജീവിക്കുന്നവർ അതിൽ നിന്നൊരു മോചനം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനെപ്പറ്റി ബോധമില്ലാതെ അതിക്രമത്തിൽ നിന്ന് അതിക്രമത്തിലേക്ക് പോവുകയാണ്. താമായേശുവിൻ്റെ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അനീതി ചെയ്യുന്നു ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കളോ ഇനി അഴുക്കാറട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കൽ പ്രതിഫലം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നീതിയോടെ ജീവിക്കുക,
അനീതിയെ വിട്ടകന്ന് ജീവിക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. 1 യോഹന്നാനിലെ 5-ാം അധ്യായം 16-ാം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഏത് അനീതിയും പാപമാണ്. ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. 2 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദോഷികളും ദാഷ്ട്യക്കാർ നികളുമായി ദൈവപ്രിയമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് ഭോഗപ്രിയരായി അതിൻ്റെ ശക്തി രചിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ മരണത്തിനില്ലാത്ത പാപങ്ങൾ, മരണത്തിനുള്ള പാപങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ വായിച്ച ദൈവന ഭാഗത്ത് കാണുന്ന അനേക പാപങ്ങൾക്കും പ്രിയപ്പെട്ട അനേകർ അടിമകളായി ഇന്ന് മുന്നോട്ട് പോയിക്കിട്ടുന്ന ഈ കാലയളവുകളിൽ ഈ പാപത്തെ വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ ഓരോ വിശ്വാസികളെയും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇനി റോമാലെ 1-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരെക്കുറിച്ച് പറയുന്നത് അവർ സകല അനീതിയും നിറഞ്ഞവർ, അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠക്കാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അറിഞ്ഞ് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഈ വേദോസഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പാപം 2 വിധത്തിലാണ് ചെയ്യുന്നത്. ഒന്ന്, പാപം ചെയ്യുന്ന കുറ്റം ചെയ്യലാണ് ആദ്യത്തെ പാപം എന്ന് പറയുന്നത്. യാക്കോബിന്റെ 2-ാം അധ്യായം 8-11 വാക്യം രേഖപ്പെടുത്തുന്നുണ്ട്, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെക്കാർ എന്ന ന്യായപ്രമാണത്തെ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിന് കുറ്റക്കാരനായിത്തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിയായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുന്നത്, കുറ്റം ചെയ്യുന്നത്, അത് ഒരു പാപം ചെയ്യുന്ന ഒരു വിധമാണ്. രണ്ടാമതായി പറയുകയാണ് ഒമിഷൻ, അതായത് ശരിയായത് ചെയ്യാതിരിക്കുന്നത്, അത് പാപമാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാണ്. ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്നെ സഹോദരൻ വിട്ടുള്ളവന് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാലോ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അതുകൊണ്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നന്മ എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അത് ചെയ്യാത്തവൻ പാപമാണെന്ന് പറയുന്നു. കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ മത്തായി 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അധികാല സംഭവങ്ങളിലേക്ക് പറയുമ്പോൾ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ഉടിപ്പാൻ തന്നില്ല, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ സൽക്കരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടിപ്പിച്ചില്ല, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ കായനോട് പറയുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. അതുകൊണ്ട് പാപം വാതിൽക്കൽ കിടക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തെ കീഴടക്കണം. പ്രാണത്യാഗത്തോളം ഈ പാപത്തോട് എതിർത്തുകൊണ്ട് പാപത്തെ കീഴടക്കിയാൽ മാത്രമേ അതിനെ ഇടയിൽ വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പാപം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ കാണുവാനായിട്ട് സാധിക്കും. പാപം എവിടെയാണ് ആരംഭിക്കുന്നത്? പാപം നമ്മുടെ ഹൃദയത്തിലാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പുറപ്പെടുന്നത്. അതാടിശം 15-ാം അധ്യായത്തിൽ 18-20 വാക്കിൽ പറയുന്നുണ്ട്, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്ന അത് മനുഷ്യന് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, ഇവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യൻ്റെ അകത്തേക്ക് പോകുന്നതല്ല, മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പ്രിയപ്പെട്ട അത് അശുദ്ധമാക്കുന്നു, അത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുകയാണ്. അതായത് സുവിശേഷം 5-ാം അധ്യായത്തിൽ 21-30 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, സഹോദരനോട് കോപിച്ചവൻ ന്യായവിധിക്ക് യോഗ്യനാകും, നിസാറായി എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയ്ക്ക് മുമ്പാകെ നിൽക്കേണ്ടി വരും, മൂടായി എന്ന് വിളിച്ചാൽ അവൻ അഗ്നിനരകത്തിന് യോഗ്യനാകും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട്
അവർക്ക് നമ്മളോട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളൊരു വഴിപാട് മേടിക്കാൻ പോകുമ്പോൾ വഴിപാടോടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരൻ നിരന്നെങ്കിൽ മാത്രമേ ആരാധന അർപ്പിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ എന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കിയാൽ അത് വ്യഭിചാരമാണ്, വ്യഭിചാരം ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപം ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രണ്ടാമതായിട്ട് പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിലാണ് ആരംഭിക്കുന്നത്. അപ്പോസ്തലർ 8-21 വാക്കിൽ പറയുന്നുണ്ട്, നിന്റെ ഹൃദയം ദൈവസ്ഥൻ നേരിടുന്നതല്ലായതുകൊണ്ട് ഈ കാര്യം നിനക്ക് പങ്കുപോകുകയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ക്ഷമിച്ചു കിട്ടുമായിരുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ അത് പാപമാണ്. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നുവെന്നും യാതൊരു കൊലപാതകൻ്റെ ഉള്ളിൽ നിത്യജീവനില്ല എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പാപം നമ്മുടെ ചിന്തകളിലാണ് നടക്കുന്നത്, ചിന്തകളിലൂടെയാണ് പാപം വരുന്നത്. മൂന്നാമതായിട്ട് പാപം വരുന്നത് നമ്മുടെ മനസ്സാക്ഷിയിലാണ്. റോമാലേഖനം 14 21-20 ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, സഹോദരൻ ഇടർച്ച വരുത്തുന്നത് യാതൊന്നും ചെയ്യാതെയും താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ, വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് കാര്യങ്ങൾ, വിശ്വാസം ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നുവെന്ന് വിശുദ്ധ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പാപത്തിൻ്റെ കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. പാപത്തിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ അജ്ഞതയാണ്. കർത്താവായ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ലൂക്കോസ് 21:34 പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നൊന്നും അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പിന്നെ മത്തായി 22 പറയുന്നുണ്ട്, അതിന് യേശു ഉത്തരം പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായതുകൊണ്ട് തന്നെ തെറ്റിപ്പോകുന്നത്. നിങ്ങൾ അറിയായതുകൊണ്ട് പ്രവർത്തിച്ചാൽ പാപമാണ്. ഇപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും എല്ലായ്പ്പോഴും മാനസാന്തരപ്പെടുക മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് ഇന്ന് അജ്ഞത കൊണ്ടാണ് പാപം ചെയ്യുന്നത്. മദ്യപാനമായാലെങ്കിലും പുകവലിയാണെങ്കിലും മറ്റുള്ള ദൂഷണം പറച്ചിലാണെങ്കിലും അത് തെറ്റാണെന്നുള്ള ബോധ്യം ആരും അവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ 1983 വിശ്വാസത്തിൽ കടന്നത്. അന്ന് ഞാൻ സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ, പള്ളിയിലെ പ്രിയ ബാലസമായം പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ച് ഒരു സുവിശേഷ പന്തലിൽ ഇരിക്കുമ്പോഴാണ് അന്ന് ദൈവദാസം പ്രസംഗിച്ച്, മകനെ, നീ പാപിയാണ്, നീ പാപത്തെയും ലോകത്തെയും ദൈവത്തെ ഒരുപോലെ സേവിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയെ. യൂത്ത് ഹോസ്റ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ ആട് മേടിച്ചു കൊടുക്കുക, കർക്കിടക മാസത്തിൽ അരിയും കപ്പയും തൂക്കി കൊടുക്കുക, പാവപ്പെട്ട വീടുകൾക്ക് പ്രിയപ്പെട്ടവരെ ഓല കൊണ്ട് മേഞ്ഞു കൊടുക്കുക, അങ്ങനെ യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രവർത്തിച്ചു. പക്ഷേ എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് ഓർത്തപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയുടയായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് ഈ പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ പാപത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും എൻ്റെ പാപത്തിന് പരിഹാരമായി കർത്താവ് ഒഴിക്കുക, തിരുരക്ഷ തന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് അന്നു മുതൽ എന്നൊരു ദൈവബദലായി, എന്നൊരു ദൈവദാസനായി എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടിയ ഒരു ദൈവാനുഭവത്തിൽ കർത്താവിനെ സേവിക്കുവാൻ ഞാനൊരു തീരുമാനമെടുത്തു. ഒന്നാമത് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, അജ്ഞത കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് വീക്ക്നെസ്, അതോ ബലഹീനത കൊണ്ടാണ്. ഗലാത്യർ 6:1 പറയുന്നു, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക, നീയും പരീക്ഷ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ സഹോദരന്മാരുടെ നേരെ നമ്മൾ പാപം ചെയ്യുമ്പോൾ, അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനോട് പാപം ചെയ്യുകയാണെന്ന് 1 കൊരിന്ത്യർ 8-12 വാക്യത്തിൽ പറയുന്നത് കൊണ്ട് നമ്മുടെ സഹോദരന് ഇടർച്ച വരുത്തുന്നതെല്ലാം, പ്രിയപ്പെട്ടവരെ, അത് ബലഹീനത കൊണ്ടാകുന്നുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? റിബല്യൻ, നിഷേധിക്കുക, എതിർപ്പ്, അല്ലെങ്കിൽ മത്സരബുദ്ധി, മനഃപൂർവ്വമായി പാപം ചെയ്യുക. എബ്രായലേഖനം 10 പറയുന്നത് 26-27 വാക്യങ്ങൾ രേഖപ്പെടുന്ന സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ എതിരുകളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. അതുകൊണ്ട് കൃപയുടെ ആത്മാവിൽ നിന്ദിക്കരുത്. പ്രിയപ്പെട്ടവർ, സത്യം അറിഞ്ഞിട്ടും മനഃപൂർവ്വമായി പാപം ചെയ്താൽ അതിനുവേണ്ടി ഇനി ഒരു പാപപരിഹാര യാഗവും ശേഷിച്ചിട്ടില്ല. അവൻ നിത്യാഗ്നി മാത്രമേ അർഹതയുള്ളൂ എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. നാലാമത് പറയുന്നത്, നമ്മുടെ ശൈലി, പതിവായ പാപം
തുടർമാനമായി ചെയ്യുന്ന ആ പാപത്തിൽ തുടരുന്ന അവസ്ഥയാണ് ഹാബിച്വൽ സിൻ എന്ന് പറയുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, ചെയ്യുന്നത് തെറ്റാണെന്നും അതിൻ്റെ അനന്തരഫലം അറിഞ്ഞിട്ടും തുടർമാനമായി പാപം ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥ. ഞാനിപ്പോൾ പൗരസ്ത്യ സമാജ ലഹരി വിരുദ്ധ സഭയുടെ കോർഡിനേറ്ററായിട്ട് 16ാമത്തെ വർഷമാണ് ഈ വർഷം പ്രിയ സമാജത്തിൽ എന്നെ നിയമിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പള്ളിയിൽ പോകുന്ന സമയത്ത് എനിക്ക് പുകവലിക്കുന്ന ആഗ്രഹമില്ലെങ്കിലും ഒരു മനുഷ്യൻ പുകവലിച്ച് താഴേക്ക് കാനയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ മകാൻ ആ പുക മുകളിലേക്ക് ഇട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായി ഈ പുക ഒന്ന് വലിച്ചു നോക്കി ഇങ്ങനെ വിട്ടു നോക്കിയാൽ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് പോകുന്ന സമയത്താണ്, പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പുറകിലേക്ക് മാറി നിന്ന് ആ കാനയിൽ കിടന്ന ആ കുറ്റി വീടി എടുത്ത് ഞാൻ വലിച്ച പുക മുകളിലേക്ക് ഇട്ടു. വലിയ സുഖം തോന്നി പ്രിയപ്പെട്ടു. എന്നാൽ സംഭവിച്ചതെന്ന് അറിയാമോ? വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വീടിൻ്റെ മുമ്പിലുള്ളതായിരിക്കുന്ന പ്ലാവിൽ കിടന്ന അതിനെ കൊടിയിലക്കൂടി അതിൻ്റെ ഇലയെല്ലാം ഊരിക്കളഞ്ഞ് എന്നെ ധാരാളമായി തല്ലി. പ്രിയപ്പെട്ടു, അതിനുശേഷം ഞാൻ പുക വലിച്ചിട്ടില്ല. ഇന്ന് പുക വലിയപ്പല്ലി ഓരോ കവലകൾ തോറും പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ദൈവനെ അധികാരപ്പെടുത്തി. നിൻ്റെ ജീവിതത്തിൽ പുകവലിയോ മദ്യപാനമോ വ്യഭിചാരമോ മോഷണമോ ഏത് തന്നെ പാപമായിരുന്നാലും അത് നിനക്ക് വിട്ടുതരാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പറയുക, മറ്റത്തിൽ രക്ഷയില്ലാന്ന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പതിവായി ശൈലിയായി ചെയ്തു വരുന്ന ചെറുപ്പത്തിലെ ചെയ്തു വരുന്ന പാപങ്ങളുണ്ടെങ്കിൽ ഈ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട പാപമാണ്. ഈ പാപത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് യേശു കർത്താവ് മരിച്ചതെന്ന് ഓർമ്മപ്പെടുന്നത്. അപ്പോൾ 4 രീതിയിലാണ് പാപത്തിൻ്റെ കാരണങ്ങൾ. ഇനി പാപം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഫലം? പാപത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പാപത്തിന് കൂലിയുണ്ട്. അത് ബൈബിൾ പറയുന്നു, പാപത്തിന് ശമ്പളം മരണമാണ്. പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ അത് ബാധിക്കുവാനായിട്ടിടയായിത്തീരും. മാനസികമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുവാനായിട്ട് മാനസികമായി പ്രശ്നമുണ്ടാകുവാനിടയായി പാപമാണ്. അതിൻ്റെ അനേക ആളുകളും മാനസിക രോഗത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ജീവിതത്തിലെ പാപമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. പാപം ചെയ്യുമ്പോൾ അവന് കുറ്റബോധം ഉണ്ടാവുകയാണ്. കുറ്റബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആത്മഹത്യയിലേക്ക്, ജീവിതം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, അവന് മനസ്സാപം വരുമ്പോൾ അവന് ജീവിക്കേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. രണ്ടാമതായി ശാരീരികമായിരിക്കുന്ന അനന്തരഫലം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നത്. ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം പാപമാകുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലാണ്. അതായത് ശാരീരികമായി തെറ്റ് ചെയ്യുന്ന വ്യക്തി ജയിലിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ മറ്റുള്ളവരുടെക്കുള്ള പേടിയുണ്ടായി അവർ ജീവിതകാലം മുഴുവൻ പേടിയിലും പ്രിയപ്പെട്ടവരെ അതിൽ കാരാഗിൽ കഴിയും. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ടോ? കർത്താവേ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്നെ കാരാഗൃഹത്തിൽ പുറപ്പെടുക. കാരാഗൃഹത്തിൻ്റെ അനുഭവമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആയി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്യാൻസറുകൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രിയപ്പെട്ടവരെ ശാരീരിക രോഗം എന്ന് പറയുന്ന വ്യഭിചാരുന്ന പാപം നിമിത്തമായിട്ട് നമുക്ക് എയ്ഡ്സ് രോഗങ്ങൾ അനവധി ഇന്ന് പടർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, എയ്ഡ്സ് രോഗങ്ങളെല്ലാം ശാരീരികമായി പാപമുഖാന്തരമായി വരുന്ന അനുഭവങ്ങളാണെന്ന് കാണുന്നു. മാത്രവുമല്ല, ആത്മീയമായ അനന്തരഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നും കാണുവാൻ സാധിക്കും. നമ്മൾ ആത്മീയമായ ഫലമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകൽച്ചയാണ്. പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് 50 സകലം പറയുന്നുണ്ട്, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. പാപം ചെയ്ത വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, ബൈബിൾ വായിക്കാൻ കഴിയില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല, ദൈവസ്ഥലിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ 1:2 പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതും. പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ എടുത്തു മാറ്റണം. പാപത്തിൻ്റെ ആ പ്രായശ്ചിത്തം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മൂടി രക്തവും ജീവനും നൽകി നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ എൻ്റെ പാപത്തിന് വേണ്ടി യേശു മുഴുവൻ ശിക്ഷ ഏറ്റെടുത്തുവെന്നും ആ ശിക്ഷ എനിക്ക് വേണ്ടി വഹിച്ചതുകൊണ്ട് ഞാൻ ഇനി യേശുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് പാപത്തോട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ആത്മീയമായ മരണം മറ്റൊന്നാണ് പ്രിയപ്പെട്ടവരെ. ആത്മീയ മരണം സംഭവിച്ച വ്യക്തി പഴയ അനുഭവത്തിൽ നിന്ന് ഒടുകാലത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം കഴിഞ്ഞെങ്കിലും അവൻ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ സാക്ഷീകരിക്കുവാൻ അവന് കഴിയുകയില്ല. എഫേസ്യർ 2:1 പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ അതിക്രമങ്ങളിലും പാപം മരിച്ച വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശുമരണത്താൽ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയണം. ആത്മീകമായ
ശാരീരികമായിരിക്കുന്ന പ്രിയപ്പെട്ട നിത്യമായിരിക്കുന്ന മരണം. മൂന്നാമത്തെ മരണം നിത്യമായ മരണം. ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ അത് അവസാനം സംഭവിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ രേഖപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പറയുന്നതെന്നാൽ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധി എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പുകയിലത്രേ. അത് രണ്ടാമത്തെ വരം. എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പാപമോചനം യേശുവിൻ്റെ തിരുരക്തത്താലാണ്. പാപമോചനം യേശുവിൻ്റെ നാമത്തിലാണ്. മാനസാന്തരം യേശുവിൻ്റെ നാമത്തിലാണ്. പാപം ചെയ്യുന്ന വ്യക്തി പാപത്തെ വിട്ടുതിരിഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് സത്യകുംഭസാരത്തിലൂടെ കർത്തൃ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിന് വേണ്ടി യാഗമായി മരിച്ച യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമാണ് സ്വീകരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്നുള്ള വിജയം യേശുവിൻ്റെ നാമത്തിലുണ്ട്. നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുക, അതിനെപ്പറ്റി അനുദപിക്കുക, അതിനെപ്പറ്റി ഏറ്റവും ഉപേക്ഷിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? ദൈവസിംഹാസനത്തിരിക്കുന്നു, സിംഹാസനത്തിരിക്കുന്നവനായിരിക്കുന്ന ആ കർത്താവിനെ മാലാഖമാർ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ ആത്മകട്ടോസിക്കുന്ന കാഴ്ചവൻ കണ്ടപ്പോൾ, ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആ ജനങ്ങളെ താമസിക്കുന്നു പറഞ്ഞപ്പോൾ, മാലാഖ തീക്കൊടൽ കൊണ്ടുവന്ന് അവൻ്റെ അതിരങ്ങളെ തൊട്ടപ്പോൾ അവൻ്റെ അകർത്തി പാപത്തിന് പരിഹാരം ലഭിച്ചതായ സമയത്ത് ദൈവശബ്ദം കേട്ടു. അനന്തരം ഞാൻ ആരെയാണ് അയക്കേണ്ടത്? ആ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ശബ്ദത്തിങ്കൽ പ്രിയപ്പെട്ടവരെ യെശയ്യാ പിന്നീട് നല്ലൊരു സുവിശേഷകനായി വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൽ യെശയ്യാ എഴുതിയ 66 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ യേശുവിൻ്റെ ജനനം, മരണം, കർത്താനവും പ്രിയപ്പെട്ടവരെ അവൻ്റെ ഉയർച്ചനിൽപ്പ്, വീണ്ടും ഒരു സുഖാരം എന്ന കാര്യങ്ങൾ യെശയ്യാവിന് എഴുതുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ രക്തം സകല പാപവും നമ്മളെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. ഇന്ന് ഇപ്പോൾ നോമ്പ് കാലയളവാണല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും പാപങ്ങളെക്കുറിച്ച് പട്ടക്കാരൻ്റെ സന്നദ്ധിയിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന അനുഭവം, ഒരു പാരമ്പര്യം നമുക്കുണ്ട്. എന്നാൽ വാസ്തവമായി അനുദപിക്കാതെയും വാസ്തവമായി പാപങ്ങളെ ഹൃദയം തുറന്ന് ഏറ്റുപറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം. ഞാൻ വീട്ടിലുള്ള ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ഒരു കുർബാന അനുഭവം ധ്യാനം നടന്ന സമയത്ത് ഞാൻ അവിടെ നിന്നപ്പോൾ അഭിനന്ദ തിരുമേനി പാപത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ വലിയ സുവിശേഷകനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാപത്തെക്കുറിച്ച് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപങ്ങളെ ഓരോന്നോരോന്നാണ് ഞാൻ എഴുതിയെടുത്തു. അതിനുശേഷം ഒരു വൈദികൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ പാപങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ചപ്പോൾ വൈദികൻ എന്നെക്കുറിച്ചൊരു കമൻറ്റ് അച്ഛൻ എന്നോട് തന്നെ പറഞ്ഞു, ഗവൺമെൻറ് ഇതൊക്കെ പറയാൻ പറ്റൂ എൻ്റെ അച്ഛൻ, ഇതൊന്നും ചുവന്നു നടക്കാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഇതൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യമായി ദിവസം ഉയരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അച്ഛൻ പാപമോചന പ്രാർത്ഥന ചൊല്ലി എന്നെ അയക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിച്ച് പാപമോചന അനുഭവത്തിലേക്ക് വീണ്ടും കടന്നു വരുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ മത്തായി 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്? അവൻ തന്നെ ജനത്തെ അവരുടെ പാപം രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന പേർ വിളിക്കണം. നിന്റെ പാപങ്ങൾ രക്ഷിക്കുവാൻ നിന്റെ സഹോദരങ്ങൾക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ നിന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കോ ആരും രക്ഷിക്കാൻ കഴിയുകയില്ല. യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞാൽ, ആ കർത്താവിന് അനുദപിച്ച് ഏറ്റു പറഞ്ഞാൽ, ആ പാപമോചനം നൽകുവാൻ യേശു ഇന്നും ജീവിക്കുന്നവൻ. ഇന്നും നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപപരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നിന്റെ കർത്താവായി രക്ഷിതാവായി ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കർത്താവേ, നീ എൻ്റെ രക്ഷിതാവാണ്, നീ മാത്രമാണ് എന്നെ രക്ഷിക്കുന്നവൻ, നിനക്ക് മാത്രം രക്ഷിക്കാൻ കഴിയുള്ളൂ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞിന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേട്ടിൽ അവൻ എന്നെ കയറ്റി സുസ്ഥിരമായ പാറമിൽ നിർത്തി. എൻ്റെ ദൈവത്തിന് സ്തുതി. പാപത്തെക്കുറിച്ച് മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ അധരങ്ങളിൽ നിന്ന് സ്തുതിസ്തോത്രം അർപ്പിക്കുവാനായിട്ട് അയച്ചു. ഞാൻ എൻ്റെ സൺഡേ സ്കൂളിൽ VBSലൊക്കെ കുട്ടികളെ അധ്യാപകർ സ്തുതിയും സ്തോത്രമൊക്കെ അർപ്പിക്കുവാനായിട്ട് അവരോട് പറഞ്ഞു കഴിയുമ്പോൾ, സാറേ ഇതൊന്നും യാക്കോബ സഭയിലില്ല എന്ന് പറയും. പള്ളി ചെല്ലുമ്പോൾ അച്ഛൻ പറയും, ഇടപെടാതെ സ്തുതിയോത്രം അർപ്പിക്കാൻ യോഗ്യരാക്കണമെന്ന് പറയും. എന്നാൽ അടുത്ത ബന്ധുക്കോസ് വീടുകളിൽ അടുത്തൊരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടേക്ക് ഹാലേലിയ 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 എന്ന് പറയുക. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്ത് വായിക്കുമ്പോൾ പാതിരാത്രി എഴുതിയിട്ടുണ്ട്, ഹാലേലിയ 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 ദൈവം നിനക്ക് സ്തുതി, ഹാലേലിയ 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 ദൈവം നിനക്ക് സ്തുതി. ഈ
ഇങ്ങനെ ഓരോ യാമങ്ങളിലും പ്രിയപ്പെട്ട ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ലഭിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സ്തോത്രമുള്ള സഭ, സ്തുതി ചൊവ്വാക്കപ്പെട്ട സുറിയാനി സഭ എന്ന പേര്, പക്ഷേ ഒരു സ്തോത്രം കർത്താവിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നീ പാപത്തിന് അനാഥത്തിലാണ്. ഇന്ന് തന്നെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുവിലേക്ക് തിരിഞ്ഞ് നിന്ദിയ പ്രവൃത്തികളെ പോക്കി മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിഞ്ഞാൽ ഇന്ന് പാപക്ഷമ നൽകുവാൻ അവൻ മതിയായവൻ ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം അധ്യായം 46-47 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ 1-2 വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. യേശു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവർ ഉയർത്തു നിൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു നിനക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, മരിച്ചവർ ഉയർത്തുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, അവൻ വീണ്ടും വരും. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഉയർത്തി നിൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഞാൻ മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ ആവശ്യം നോക്കിയപ്പോൾ താൽത്തൊട്ടപ്പനും താൽത്തൊട്ടമ്മയും നമുക്ക് വേണ്ടി യേശുവിനെ ഏറ്റുപറഞ്ഞു, അതുകൊണ്ട് ഇനി ഏറ്റുപറേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വ്യക്തിപരമായി നമ്മുടെ പാപങ്ങളെ സമ്മതിച്ച് പാപോരികാരത്തിന് മരിച്ച് യേശുവിനെ സ്വന്തമായി കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു ദൈവവൈതലായി ദൈവത്തെ സ്നേഹിക്കുക സേവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം ചെയ്ത കാര്യമാണ് യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കും. ഞാനിപ്പോൾ 7-8 വർഷമായിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ബൈബിളൊക്കെ പഠിക്കുവാനായിട്ട് എനിക്ക് ദൈവം നമ്മളെ സഹായിച്ചു. അപ്പോൾ ഇനി ഒരു ജീവിതമില്ല എന്ന് ക്യാൻസറിൻ്റെ അടിമത്തത്തിലേക്ക് ആ സമയത്ത് ഇല്ല വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ എൻ്റെ പാപങ്ങളെ വീണ്ടും ദൈവസനെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ഒരു ജീവിതം എനിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഏത് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ദൈവത്തോട് നിലവിളിച്ചാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വേക്ഷിച്ചാൽ നിനക്ക് പാപം നൽകുവാൻ, നിനക്ക് ശോകശാന്തി നൽകുവാൻ ദൈവം മതിയായവനായ ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 77-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ നാമത്തിൽ പാപമോചനവും രക്ഷാപരിജ്ഞാനവും കൊടുപ്പാൻ, അവൻ്റെ ജനത്തിന് പാപമോചനവും രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മറന്നുകളിൽ ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമായി നടത്തേണ്ടതിന് ആർദ്രകരുണയാൽ ഉയരത്തിൽ ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കും. സക്രിയ പുരോഹിതൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പ്രവചിച്ച പ്രവചന ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവജനത്തിന് പാപമോചനവും രക്ഷാപരിജ്ഞാനവും കൊടുപ്പാനായിട്ട് പ്രിയപ്പെട്ട യോഹന്നാൻ സ്നാപകനെ ഈ ലോകത്തിലേക്ക് യേശുവിനും അയച്ചെങ്കിൽ, നമുക്ക് മുന്നോടിയായി യോഹന്നാൻ ഇങ്ങനെ പ്രസംഗിച്ചെങ്കിൽ ഈ രക്ഷാപരിജ്ഞാനം നേടിയിട്ടുണ്ടോ? പാപമോചന അനുഭവം നീ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ നിന്റെ കർത്താവിനെ നീ വിളിച്ചപേക്ഷിച്ച് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇനിയുള്ള ജീവിതം, ഈ ഒരു ജീവിതമേ നമുക്കുള്ളൂ, അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നെയും നിങ്ങൾ സർവ്വലോകത്തെയും രക്ഷിക്കുവാനാണ്. ഈ ലോകത്തെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ വിശ്വാസികളായ നാം ഓരോരുത്തരും പാപബോധമുണ്ടായി പാപത്തിൽ ഒഴിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ച് സംസാരിക്കാം. 51-ാം സംഗീതത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ആദിക്രമക്കാർ നിന്റെ വഴികളെ ഉപദേശിക്കും, നിന്റെ അഭിഷിക്താത്മാവിനെ താങ്ങണേ, നിന്റെ വഴികളെ ഞാൻ ഉപദേശിക്കും എന്ന് പറയുമ്പോൾ വഴികൾ ഉപദേശിക്കാൻ പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപസാരം എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ്റെ പാപങ്ങളെ ഉപദേശിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ പാപങ്ങളെക്കുറിച്ച് ഉപദേശിക്കുവാൻ, മറ്റുള്ളവരെ ഈ പാപങ്ങളെപ്പറ്റി ബോധവൽക്കരിച്ച് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവോന്മുഖമായി ജീവിക്കുവാൻ, ഒരു വിശുദ്ധ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ ഈ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപബോധം എന്താണെന്ന്, പാപത്തിൻ്റെ കാരണം എന്താണ്, പാപത്തിൻ്റെ പരിണതഫലങ്ങൾ എന്താണ്, പാപമുഖാന്തരം സഭയിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞില്ല, അതിനെപ്പറ്റി സമയമില്ലാത്തവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാപം നമ്മുടെ ജീവിതം ഏതെല്ലാം തരത്തിലാണ് പാപങ്ങൾ ഉണ്ടാകുന്നത്. ചെയ്യുന്നതും ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതും, ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യണമെന്നതും പാപമാണ്. പക്ഷേ പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങനെയല്ല. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് യോഹന്നാൻ വിളിച്ചു, മാല നിറഞ്ഞിരിക്കുന്നു,
മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. മാനസാന്തരപ്പെടാതെ നീ എത്ര സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടും ഏതെല്ലാം ആത്മീയ പ്രവർത്തനങ്ങളും സംബന്ധിച്ചൊരു കാര്യമായില്ല. മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് യേശുവിലുള്ള പാപബോധന അനുഭവം പ്രാപിച്ച് ഇത് മറ്റുള്ളവരെ അറിയിക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ മരണവും അടക്കവും മുന്നെടുത്തുവാനും യേശുവിന് ഉയർന്നതിന് വേണ്ടിയാണ് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ കാരണം ഇനിയുള്ള കാലം യേശുവിന് വേണ്ടി ജീവിപ്പാനായിട്ട് നമ്മളെ ദൈവം സഹായിച്ചു. സരസുകളെ നമിക്കാം, കണ്ണുകളെ അടച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ വിശ്വസ്തനായ കർത്താവേ, പരിശുദ്ധാത്മാവ് എന്ന ലോകത്തിന് പാപത്തെ, നീതിയെ, ന്യായത്തെ ബോധ്യം വരുത്തുമ്പോൾ കർത്താവെ, ഞങ്ങൾ പാപബോധമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു ദൈവമേ, പരിശുദ്ധാത്മാവിൽ ദൈവമേ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യം വരുത്തി അതിനെക്കുറിച്ച് വ്യക്തമായ അനുതാപത്തോടെ, വ്യക്തമായ ഏറ്റുപറച്ചിൽ മാത്രമല്ല അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം ഇന്ന് കർത്താവെ പാപത്തിന് സമർപ്പിക്കാതെ ദൈവത്തിന് സമർപ്പിക്കുക. റോമലേഖനം 12 പറയുന്നത് പോലെ സഹോദരന്മാർ, ദൈവത്തിൻ്റെ മനസ്സരിയോർപ്പ് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഇനി ശേഷിക്കുന്ന ആയുസ് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. ഇന്ന് ആര് തീരുമാനമെടുക്കും? കർത്താവ് അങ്ങനെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ഇത് കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും ദൈവം പാപത്തിൽ നിന്ന് വിമോചനത്തിലേക്ക്, പാപമോചന അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവസഭയുടെ ഒരു അംഗമായി, ദൈവസഭയുടെ ഒരു ശുശ്രൂഷക്കാരനായി, ദൈവസഭയ്ക്ക് സൂക്ഷകനായി മാറുവാൻ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കീഴിലും ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ഇതിനൊക്കെ മുഖാന്തരമാക്കിയത് അവിടെ ദൈവദാസന്മാരെ, അവിടെയുള്ള സിസ്റ്റേഴ്സിനെ, വൈദികരെ എല്ലാം സമർപ്പിക്കുന്നതാവേ അന്ത്യകാല സൂക്ഷിച്ചിൽ പങ്കാളിത്തം വഹിക്കുവാൻ ഈ ധ്യാന കേന്ദ്ര കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് എനിക്കും അതിലൊരു പങ്കാളിത്തം വഹിക്കുവാൻ, കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച വലിയ അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാവരും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മോട് തിരുവചനം പങ്കുവച്ചത് എത്രയും സ്നേഹമുള്ള ഡോക്ടർ ജോൺ എം വർഗീസ് സാറാണ്. പ്രിയപ്പെട്ട സാറിലൂടെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം ഓരോരുത്തരും ആഴമായി അനുദപിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മോട് പങ്കുവച്ചത്. ദൈവമക്കളെയും വലിയ നോമ്പിൻ്റെ സൂതാറ പ്രാർത്ഥനയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: അനുതാപിയുടെ കൺപോളകളിൽ നിന്ന് ഒഴുക്കുന്ന കണ്ണുനീർ തുള്ളികൾക്ക് തുല്യം വിലയേറിയ രക്തങ്ങൾ പോലും ശ്രേഷ്ഠമാകുന്നില്ല. നല്ല വർണ്ണങ്ങളാൽ അനുതാപത്തിന് രൂപം വരയ്ക്കുവാൻ കണ്ണുനീരുകൾക്കേ സാധിക്കുകയുള്ളൂ. എന്തെന്നാൽ കണ്ണുനീർ അനുതാപത്തിൻ്റെ വലിയ പെരുന്നാളാണ്. ഹല്ലേലൂയ. മുടിയനായ പുത്രനെ പോലെ, പാപിനിയായ സ്ത്രീയെ പോലെ, ചുങ്കക്കാരനെ പോലെ, ദൈവമേ മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ദൈവസന്നിധിയിൽ ആഴമേറിയ അനുതാപത്തോടെ ഹല്ലേലൂയ അടുത്തു വന്ന് പാപങ്ങളേറ്റു പറഞ്ഞ് സത്യകുമ്പസാരം നടത്തുവാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പങ്കുവെച്ച ദൈവദാസന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ദൈവനാമത്വത്തിനായി തീരാൻ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെയും ഇന്നത്തെ തിരുവചനാജ്ഞ ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ജാഗരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏപ്രിൽ 2-ാം തീയതി ടീനേജ് മക്കളുടെ ധ്യാനം ആരംഭിക്കുകയാണ്. 2-ാം തീയതി 3 മണിക്ക് ആരംഭിച്ച് 4-ാം തീയതി രാത്രി 9 മണിക്ക് തീരത്തക്ക വിധത്തിൽ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നു. ടീനേജ് മക്കൾക്ക് ഇത് വലിയൊരു സുവർണാവസരമാണ്. മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകരും മക്കളെ ധ്യാനത്തിന് പറഞ്ഞയക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ 9-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുന്നു. കുടുംബമായിട്ട് വന്ന് ധ്യാനത്തിൽ സംബന്ധിക്കാം. മെയ് മാസത്തിൽ നമുക്ക് കുടുംബ നവീകരണ ധ്യാനവും വിദ്യാരംഭ ധ്യാനവുമുണ്ട്. ഈ ധ്യാനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനം നമുക്കറിയാവുന്നതാണ്.
അതുപോലെ വൈകുന്നേരം 7:30 തിരുവചനാഗ്നി ധ്യാനമുണ്ട്. ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശം യൂട്യൂബിലുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം ഇവയെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിയന്യ മാത്യൂസ് മാർ അഫ്രേം തിരുമനസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ധ്യാനകേന്ദ്രം ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ എന്ന് വിനയത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥ വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.